ഷോൺ, ഇവിടെ ഞാൻ എ കെ ബാലനെ കുറിച്ച് എക്സാലോജിക്കിന്റെ PRA പോലെ സംസാരിച്ചു എന്ന് ഞാൻ പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമുണ്ടായിരുന്ന വളരെ ഇഷ്ടമുള്ള നേതാവാണ്, വളരെ വളരെ സ്നേഹമുള്ളൊരു നേതാവാണ്. ആ നേതാവ് ഇത്തരത്തിൽ എക്സാലോജിക്കിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആത്മാവ് മൊത്തം എടുത്ത് വാദിക്കുന്ന പോലെ വളരെ വീറോടും വാശിയോടും വാദിക്കുന്നത് കണ്ട ഒരു വേദനയിൽ നിന്നാണ് ആ ചോദ്യം ഉണ്ടാകുന്നത്. പോട്ടെ, ഷോൺ കൂടിയ വാർത്താ സമ്മേളനം അല്ലെങ്കിൽ ആ പ്രതികരണങ്ങൾ കേട്ടതാണ്. എ കെ ബാലൻ ചോദിക്കുന്നുണ്ട്, വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോയി, എന്തായി, എടുത്തോട്ടിക്കളഞ്ഞു എന്ന്. മറ്റേ അന്വേഷണം ആവശ്യപ്പെട്ട് ഒന്നും ഉണ്ടായില്ലല്ലോ. ഇപ്പോൾ ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് പോലും പ്രോസിക്യൂഷൻ ശുപാർശ ഉണ്ടാവുന്നില്ല, ടാക്സ് എക്സംപ്ഷൻ CMRL കൊടുക്കുന്നു. ആ എ കെ ബാലൻ പറഞ്ഞത് കേട്ടിരുന്നോ ഷോൺ? താങ്കളെ പറ്റി പറയുന്നുണ്ടതിൽ? അദ്ദേഹം പറഞ്ഞതിന് ഒരു ക്ലാരിഫിക്കേഷൻ ആദ്യം പറയാം. അദ്ദേഹം പറഞ്ഞ 70% 135 കോടി രൂപയിൽ 70% തുകയും അത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് 70% തുകയും കമ്പനിയുടെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതാണെന്ന് അവർ കറക്റ്റ് ചെയ്തു, അവർ അക്സെപ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. എന്നാലും ബാക്കി 40 കോടി രൂപ ഉണ്ട്. ആ 40 കോടി രൂപയ്ക്കാണ് അകത്താണ് ഈ 1,72,00,000 രൂപ വരുന്നതെന്ന് ബഹുമാനപ്പെട്ട ഞാനും ഏറെ ബഹുമാനിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹമൊക്കെ ഇങ്ങനെ തരം താഴ്ന്ന കാണുമ്പോൾ ഏറെ ബുദ്ധിമുട്ടുണ്ട്. കാരണം പാർട്ടിക്ക് വേണ്ടിയല്ലല്ലോ, പാർട്ടിയുടെ ഒരു നേതാവിൻ്റെ മകൾ നടത്തിയ കമ്പനിക്ക് വേണ്ടിയും മറ്റും CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഒന്നും ഇത്രയും അദ്ദേഹത്തെ ഞാൻ ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സഖാവ് എ കെ ബാലൻ ഇത്രയും തരം താഴാൻ പാടില്ല. പിന്നെ ഇദ്ദേഹം നമ്മുടെ മുസ്തഫ പറഞ്ഞ ഒരു കാര്യം കൂടെ ഒന്ന് കറക്റ്റ് ചെയ്തോട്ടെ. അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ്, അത് മുഖ്യമന്ത്രിയാണ് ഇതുവഴി നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. തീർച്ചയായിട്ടും അത് കറക്റ്റാണ്, നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഞങ്ങൾ മുഖ്യമന്ത്രിയെ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. കാരണം വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന കമലാ വിജയൻ്റെ മകള് പിണറായി വിജയൻ്റെ മകള എന്ന നിലയിലല്ല ഈ കേസ് വന്നിട്ടുള്ളത്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകളായി ഇരുന്നു കൊണ്ട് ആ കമ്പനി നടത്തിയ തട്ടിപ്പ് ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ വേറെ കേരളത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് എത്രയോ കമ്പനികൾ എത്രയോ തട്ടിപ്പുകൾ നടത്തുന്നു, അതിൻ്റെ ഒന്നും പുറകെ നമ്മൾ പോവില്ല. ഇത് CMRLന്റെ പുറകെ മാത്രം ആണെങ്കിൽ നമ്മൾ പോകേണ്ട കാര്യമില്ലല്ലോ. ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതൃത്വം കേരളത്തിൻ്റെ പൊതുമുതൽ കൊള്ള ചെയ്യാൻ വേണ്ടി ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. അതിന് മുഖ്യമന്ത്രിയുടെ ഭാര്യയും, അതുകൂടെ പറയട്ടെ, ഈ എക്സാലോജി കമ്പനിയുടെ അഡ്രസ്സ് അഭിനും പറഞ്ഞു അഡ്രസ്സ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന AK സെൻറ്ററിലാണ്. പക്ഷേ അതിനേക്കാൾ വലിയ കാര്യം മുഖ്യമന്ത്രിയുടെ ഭാര്യയാണ് ഈ കമ്പനിയുടെ ഗ്യാരണ്ടിയർ. ഇപ്പോൾ വീണ ഈ നോട്ടീസ് കൈപ്പറ്റിയില്ലെങ്കിൽ, ഇപ്പോൾ ROC അയക്കുന്ന നോട്ടീസ് കൈപ്പറ്റിയില്ലെങ്കിൽ ആ നോട്ടീസ് ഡയറക്റ്റ് ചെയ്ത് പോകേണ്ടത് അടുത്ത ആളെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലാ വിജയനാണ്. പിന്നെ 70 ഇപ്പോൾ അത് മുമ്പേ പറഞ്ഞ പോലെ ബാക്കി 30% എവിടെ? 30% ഒന്നും അല്ല, അതിനൊക്കെ അപ്പുറത്തേക്കുണ്ട്. ഞാൻ തീർത്തു പറയുന്നു, തീർച്ചയായിട്ടും ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നതും അല്ലെങ്കിൽ ഉദ്ദേശിച്ചിട്ടുള്ളതും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന അഴിമതി തന്നെയാണ്. ഞാനിപ്പോൾ പറയട്ടെ, പണ്ട് നമ്മൾ ഈ തമിഴ്നാട്ടിലൊരു മാഫിയയെക്കുറിച്ച് പറയായിരുന്നു, മന്നാർഗുഡി മാഫിയ എന്ന് നമ്മളൊരു പേര് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ അറിഞ്ഞിടത്തോളം ഇത് തൈക്കണ്ടി മാഫിയാണ്. തൈക്കണ്ടി മാഫിയ എന്ന് കൃത്യമായി പറയുന്നത് എല്ലാ മേഖലയിലും എവിടെയൊക്കെ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ തെളിവില്ല എന്നുള്ളത് ശരിയാണ്. പല കാര്യവും തെളിവില്ല. ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം, കോടികൾ മോട്ടിച്ചാൽ മാങ്ങ പറിച്ചപ്പോഴാണ് പിടിക്കപ്പെട്ടതെന്നുള്ളതേ ഉള്ളൂ. തെളിവില്ല എന്നുള്ളത് പല കാര്യത്തിലും കറക്റ്റാണ്. പക്ഷേ ഇത് തൈക്കണ്ടി തമിഴ്നാടിനെ ഒരു കാലത്ത് കവർന്നു തിന്നത് മന്നാർഗുഡി മാഫിയ ആണെങ്കിൽ ഇന്ന് കേരളത്തെ കവർന്നു തിന്നുന്ന അല്ലെങ്കിൽ കേരളത്തെ ചൂഷണം ചെയ്യുന്നത് തൈക്കണ്ടി മാഫിയാണ്. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. അങ്ങോട്ടേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞു. അങ്ങ് എന്തായാലും ഇറങ്ങിക്കോളൂ. താങ്ക് യു ഷോൺ.